റോമർ 13:14 കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. നാം പലതരത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ ധരിക്കാറുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതിൻ്റെ ഗുണനിലവാരത്തിനും വിലയ്ക്കുമൊക്കെ മാറ്റം വരും. എന്നാൽ ഉയർന്നവനെയും താഴ്ന്നവനെയും, പണ്ഡിതനെയും പാമരനെയും, ധനവാനെയും ദരിദ്രനെയും ഒക്കെ ഒന്നായി മാറ്റുന്നതാണ് ക്രിസ്തു. ക്രിസ്തുവിനെ നാം ധരിക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും ഒക്കെ ഇച്ഛകളെ മറന്ന് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ജീവിക്കുവാൻ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ വസ്ത്രം ഒരിക്കലും നമ്മുടെ ഉള്ളിലെ വ്യക്തിയെ പുറത്തു കാട്ടില്ല. എന്നാൽ ക്രിസ്തുവിനെ ധരിച്ചാൽ നാം എപ്രകാരമുള്ള വ്യക്തിയാണെന്ന് വ്യക്തമായി മറ്റുള്ളവർക്ക് പറയുവാൻ സാധിക്കും. ക്രിസ്തുവിനെ പോലെ അല്ലാതെ നമുക്കായിരിക്കാൻ സാധിക്കുകയില്ല. യെശയ്യാ 61:10 അവൻ എന്നെ രക്ഷാവസ്ത്രം ഇടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കുന്നവർക്ക് രക്ഷാവസ്ത്രവും ധരിക്കുന്നവർ ആയിരിക്കും. ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യരക്ഷയ്ക്ക് അവർ അവകാശികളായിത്തീരുന്നു. ആ രക്ഷയുടെ പ്രാധാന്യത അവർ മനസ്സിലാക്കുന്നു. ആപത്തുകളിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കുന്നത് പോലെ നിത്യമരണത്തിൽ നിന്നുള്ള രക്ഷ നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നു. ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ലഭിക്കേണ്ട ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഉറപ്പാണിത്. നിത്യജീവനാണോ നിത്യമരണമാണോ നമുക്ക് വേണ്ടത്? തീരുമാനം നമുക്കെടുക്കാം. നിത്യസന്തോഷം നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ നമുക്ക് രക്ഷാവസ്ത്രം ധരിക്കുന്നവരാകാം. സദൃശ്യവാക്യങ്ങൾ 31:25 ബലവും മഹിമയും അവളുടെ ഉടുപ്പ് എന്ന് നാം വായിക്കുന്നു. ദൈവിക ജ്ഞാനമുള്ള ഒരു സ്ത്രീ കർത്താവിൽ ബലം ധരിക്കുന്നവളായിരിക്കും. അവളിലെ ജ്ഞാനം അതവളുടെ ജീവിതത്തിൽ പുറത്തു വരുമ്പോൾ അവൾ പ്രശംസിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അവൾ ക്രിസ്തുവിൽ ബലം ധരിക്കുമ്പോൾ ജീവിതത്തെ പരിജ്ഞാനത്തോടെ നേരിടുവാൻ അവൾക്കിടയാകുന്നു. കൊലോസ്യർ 3:12 അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് ജീവിക്കണം എന്നെഴുതിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഭാവങ്ങളായ ഇവയൊക്കെയും നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാവങ്ങളായിത്തീരണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. നമുക്ക് അതിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, ക്രിസ്തുവിനെ ധരിച്ചവരായി ജീവിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് അതേ ഭാവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.